ഗുഡ് മോർണിംഗ്. അങ്ങനെ നമ്മുടെ ഡിസംബർ ഏകദേശം മുക്കാൽ ഭാഗമായിട്ടുണ്ട്. ഇനി ഒരു കാഭാഗം കൂടി ഉള്ളൂ. അപ്പോൾ നമ്മുടെ ക്രിസ്മസ് ന്യൂ ഇയറൊക്കെ വരുവാണ്. ഇനിയൊരു അടിപൊളി ദിവസങ്ങളാണ് നമ്മുടെ മുമ്പിലുള്ളത്. കൂടാതെ നല്ല തണുപ്പുണ്ട്. തണുപ്പും വെയിലും ചേർന്നൊരു നല്ലൊരു കോമ്പിനേഷനാണ്. അതുകൊണ്ട് തൊണ്ടയ്ക്ക് നല്ല പണി കിട്ടി വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഗ്രോ ബാഗിലാണ് ഈ ചെടികളൊക്കെ നടുന്നത്. അതിനൊരു കാരണമുണ്ട്. ഇപ്പോൾ തേങ്ങയൊക്കെ വീഴുന്നതുകൊണ്ട് നമ്മൾ സൈഡിലും അപ്പുറത്തും ഇപ്പുറത്തൊന്നും വെക്കാൻ പറ്റത്തില്ല. നമ്മുടെ ചെടികളൊക്കെ നശിച്ചു പോകും. അതുകൊണ്ടാണ് ഗ്രോ ബാഗിൽ നടുന്നത്. ഈ ഗ്രോ ബാഗിൽ നടുന്നത് കൊണ്ടൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഡെയിലി വെള്ളം നനച്ചു കൊടുക്കണം. നമുക്ക് മാറി വീട്ടിൽ നിന്ന് നിൽക്കാൻ പറ്റത്തില്ല. അപ്പോൾ കഴിഞ്ഞ ദിവസം ശ്യാമിൻ്റെ വീട്ടിൽ പോയിട്ട് തിരിച്ച് വന്ന് പിറ്റേ ദിവസം രാവിലെ എഴുന്നേറ്റ് നോക്കുന്ന സമയത്ത് എൻ്റെ ചെടികൾ ഏകദേശം മൊത്തം വാടിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ വേഗം തന്നെ വെള്ളമൊക്കെ നനച്ചു കൊടുത്തു. നമ്മൾ ചെടികൾ ഇത്രയും നട്ട് വളർത്തിയിട്ട് പൂവൊക്കെ വന്നതിന് ശേഷം വാടി നിൽക്കുന്നതാണ് ഇപ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പിന്നെ അത് ഇതുപോലെ കുറേ മുറ്റം തൂക്കാനുണ്ടായിരുന്നു. ഞാൻ രണ്ട് ദിവസം കൂടുമ്പോഴാണ് കേട്ടോ മുറ്റം തൂക്കുന്നത്. അങ്ങനെ എന്നും മുറ്റം ക്ലീൻ ചെയ്യുന്ന ഒരാളല്ല. പിന്നെ അതായത് മുറ്റത്ത് ഇതുപോലെ ചെരുപ്പുകൾ ഇരിക്കുന്നത് എനിക്ക് ഒട്ടും ഇഷ്ടമല്ല. അത് ഞാൻ എപ്പോഴും പിള്ളേരോടായാലും ഷാമൂനോടായാലും ഒതുക്കി പെറുക്കി വെക്കാൻ ഞാൻ എപ്പോഴും പറയും. അപ്പോൾ അതിൻ്റെ ആയിരുന്നു പിന്നീടുള്ള പണി. അപ്പോൾ നമ്മുടെ വീഡിയോ അത്രേ ഉള്ളൂ. ടാറ്റ ബൈ ബൈ, സീ യു.